conducted the legendary stadium, University Stadium. And in Indian sports, one of the legendary Padmini Thomas along with us. നമ്മുടെ സ്കൂളിൻ്റെ ബന്ധു, നമുക്ക് ഏറ്റവും അടുത്ത ആളുമാണ് പ്രിയപ്പെട്ട പത്മിനി ചേച്ചി. നമുക്ക് ഒരു ഗസ്റ്റ് എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മുടെ ഒരു വെൽവിഷറും നമ്മുടെ ഒരു സ്വന്തം സഹചാരിയുമാണ് അർജുന അവാർഡ് ജേതാവും കേരള സ്പോർട്സ് കൗൺസിൽ ഫോർമർ പ്രസിഡൻറ്റുമായ പത്മിനി തോമസ് അവർ. സ്പോർട്സ് ദിവസം പ്രസംഗത്തെക്കാൾ കൂടുതൽ പ്രവർത്തിക്കാണ് പ്രാധാന്യം. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഉത്തരവാദിത്വത്തിലേക്ക് വരട്ടെ. നമ്മുടെ സ്കൂളിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ റവറൻ ഫാദർ സാം തോമസ് അവരുകളെ ഏറെ ആദരവോടെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ഞാൻ മുമ്പ് പറഞ്ഞു, പത്മിനി ചേച്ചി കേരളത്തിൽ അങ്ങോളങ്ങോളമുള്ള മലയാളികളുടെ, ഇന്ത്യക്കാരുടെ സ്പോർട്സിൻ്റെ ഒരു വലിയ ദീപശിഖ തന്നെയാണ്. ഒളിമ്പിക്സ് മെഡൽ ജേതാവാണ്. കേരളത്തിലെ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പര്യായം പത്മിനി ചേച്ചിയും കൂടിയാണ് പ്രിയപ്പെട്ട പത്മിനി തോമസ്. ഏറെ ആദരവോടെ, സ്നേഹത്തോടെ, ഹൃദയത്തോട് ചേർത്ത് നിർത്തി പ്രിയപ്പെട്ട പത്മിനി ചേച്ചിയെ നമ്മുടെ സ്കൂളിലെ ഈ ഒരു സ്പോർട്സ് ദിവസത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്പോർട്സിൻ്റെ കണ്ടക്ഷൻ ബഹുമാനപ്പെട്ടവരും പ്രിയപ്പെട്ടവരുമായ നമ്മുടെ അധ്യാപകരുടെ വലിയൊരു ശ്രമത്തിൻ്റെ ഭാഗം കൂടിയാണ്. പ്രത്യേകിച്ച് സ്പോർട്സിൻ്റെ ചുമതല വഹിക്കുന്ന 2 പ്രിയപ്പെട്ട അധ്യാപകരും അവരോടൊപ്പം നമ്മുടെ സ്കൂളിലെ മൊത്തം അധ്യാപകരും അനധ്യാപകരും ചേർന്നാണ് ഇത് വലിയ ഒരു ഉദ്യമമായി ഇവിടെ സംഘടിപ്പിക്കുവാൻ പരിശ്രമിക്കുന്നു. അവരെയെല്ലാം ഏറെ സ്നേഹത്തോടെ ആദരവോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. അതോടൊപ്പം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ അവരുടെ ഒരു നല്ല ദിവസം അവരുടെ ജീവിതത്തിൽ ഓർത്തിരിക്കുവാൻ കഴിയുന്ന നല്ലൊരു റിമംബറിങ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നല്ല സ്പോർട്സ് ദിവസം നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിക്കുവാൻ കഴിയട്ടെ എന്ന് പ്രത്യാശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. നമസ്കാരം. നേരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളിൻ്റെ ആനുവൽ സ്പോർട്സ് ഡേ ആയി ഇന്ന് നമ്മൾ ആചരിക്കുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ തന്നെ ഈ വർഷവും ഈ ഒരു നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള ഈ ഒരു ഗ്രൗണ്ട്, ഈ ഒരു സ്റ്റേഡിയത്തിൽ നമ്മുടെ കഴിവുകൾ ഒക്കെ കൂട്ടായ്മയോടെ ആചരിപ്പാൻ തക്കവണ്ണം നമുക്കിടയാകുന്നു എന്നുള്ളത് സന്തോഷകരമായ അനുഭവമാണ്. പഠനത്തേക്കാൾ അപ്പുറമായി അതിനോടൊപ്പം തന്നെ പാഠ്യേതര പ്രവർത്തനങ്ങളും ജീവിതത്തിൽ നാം സൂക്ഷിക്കേണ്ടത് ദൈനംദിനമുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ സജീവതയും അതോടൊപ്പം തന്നെ ശരീരത്തിൻ്റെ ഒരു പൂർണ്ണ വളർച്ചയ്ക്കും ഒക്കെ അത്യന്താപേക്ഷിതമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ചും പ്രിയപ്പെട്ട പത്മിനി മാമിൻ്റെ ഒരു സാന്നിധ്യം ഈ സ്പോർട്സ് മീറ്റിന് ഏറെ ഉത്തേജനവും ഏറെ നിങ്ങൾക്കൊക്കെ ഒരു ചാലകശക്തിയുമാണിത്. കാരണം നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രതിദാനം ചെയ്ത ഒരു അത്ലറ്റാണ് നമ്മുടെ മുൻപിലുള്ളത്. ഒരു നാഷണൽ അത്ലറ്റ് ഈ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുകയും നമുക്ക് വേണ്ടുന്ന പ്രചോദനം നൽകുകയും പൂർണ്ണമായ പിന്തുണ തരികയും ചെയ്യുമ്പോൾ അതിലും വലിയൊരു സൗഭാഗ്യം വേറെ ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിൽ ഉറയ്ക്കേണ്ടുന്ന ഒരു വിശ്വാസമാണ്. കാരണം നിങ്ങളെപ്പോലെ കലാലയങ്ങളിൽ പഠിച്ച് വളർന്ന പ്രിയപ്പെട്ട മാം രാജ്യാന്തര തലത്തിൽ മത്സരത്തിലൂടെ ഈ രാജ്യത്തിൻ്റെ യശസ് ഉയർത്തിയ ഒരു വ്യക്തിയാണ്. ആ നിലയിൽ നമുക്കുള്ള സർഗശേഷികളെ, നമുക്കുള്ള കായിക അനുഭവങ്ങളെ ഒക്കെ വളർത്തുവാനും വർദ്ധിപ്പിക്കുവാനും ശരിക്കും ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ് പ്രിയപ്പെട്ട മാമിൻ്റെ സാന്നിധ്യം. ഏറെ ആദരവോടെ, ഏറെ വലിയ അംഗീകാരത്തോടെ, ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ അംഗീകാരത്തോടെ തന്നെ പ്രിയപ്പെട്ട മാമിൻ്റെ സാന്നിധ്യത്തെ സ്മരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ സഭയിലെ തന്നെ ഒരു അംഗമാണ് അദ്ദേഹം. പ്രത്യേകിച്ച് ഞാൻ മുമ്പായിരുന്ന ദേവാലയത്തിലെ ഒരു മെമ്പർ കൂടിയാണ്. ആ നിലയിലുള്ളൊരു സ്നേഹവും സൗഹൃദവും ഒക്കെ എപ്പോഴും ജീവിതത്തിൽ പുലർത്തുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ വളരെ താല്പര്യത്തോടെ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തോളാം, എപ്പോൾ വേണമെങ്കിലും അച്ഛൻ പറഞ്ഞാൽ മതി എത്താമെന്നുള്ള രീതിയിൽ വളരെ സൗഹാർദ്ദപരമായി ഈ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ ഒരു വലിയ നിദാനമായി മാമിൻ്റെ പ്രസൻസിനെ ഞങ്ങൾ കാണുന്നു, മനസ്സിലാക്കുന്നു. ഹൃദയപൂർവ്വം
ഈ സ്ഥാപനത്തിൻ്റെ നന്ദിയും സ്നേഹവും ഏറ്റവും ആദരപൂർവ്വം അറിയിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മളെല്ലാവരും ഇവിടെ ആയിരിക്കുന്നത് നമുക്കുള്ള ഈ കായിക തലങ്ങളെ വർദ്ധിപ്പിക്കുവാൻ തക്കവണ്ണമാണ് എന്നുള്ളത് പ്രത്യേകമായിട്ടും ഓർമ്മയുണ്ടാകണം. അതിനുവേണ്ടി ഏറെ എഫേർട്ട് എടുത്ത ശ്യാം സാറുണ്ട്, അതുപോലെ തന്നെ ടീച്ചറുണ്ട്. അവരെല്ലാം നന്ദിയോടെ ഓർക്കുകയാണ്. അതിനുവേണ്ടി ക്രമീകരണങ്ങൾ ചെയ്ത് നമ്മുടെ സ്റ്റാഫ് സെക്രട്ടറി ഉൾപ്പെടെ എല്ലാ ടീച്ചേഴ്സിനെയും പ്രത്യേകം സ്മരിക്കുന്നു. വളരെ അടുക്കും ചിട്ടയോടുകൂടി ഇതിന്റെ ക്രമീകരണങ്ങൾ ഭാഗവാക്കാകുന്ന നോൺ ടീച്ചിങ് സ്റ്റാഫുണ്ട്, അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട്. ഈ ഒരു ദിവസം ഏറെ അർത്ഥപൂർണമാകുവാൻ, ആനന്ദപ്രദമാകുവാൻ എല്ലാവർക്കും ഇടയാകട്ടെ. അത് നമ്മുടെ കായിക ജീവിത മേഖലയിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തുന്ന ഒരു അനുഭവമാകട്ടെ എന്ന് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാ നന്മകളും ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കും. We will take part in the Holy Trinity English Medium Higher Secondary School Sports and Games Competition, respecting the regulations which govern them, and with the desire to participate in the true spirit of sportsmanship, for the honor of our school and for the glory of sport. എല്ലാവർക്കും നമസ്കാരം. ബഹുമാന്യനായ അഡ്മിനിസ്ട്രേറ്ററും കഴക്കൂട്ടം സെയിന്റ് മേരീസ് സെയിന്റ് ലൂക്ക് ചർച്ചിന്റെ വികാരിയുമായ നമുക്കെല്ലാം ബഹുമാന്യനുമായ സാം തോമസ് അച്ഛൻ, സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ ജേക്കബ് സാർ, ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, ഞാൻ ഏറെ സന്തോഷവതിയായിട്ടാണ് ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നത്. ദി ഹോളി ട്രിനിറ്റി HSS സ്കൂളിൻ്റെ വാർഷിക സ്പോർട്സ് ആണ് ഇന്ന്. എൻ്റെ കൊച്ചിലെ ഞാനും ഈ ഒരു ദിവസത്തിന് വേണ്ടി എപ്പോഴും കാത്തിരിക്കുമായിരുന്നു. നമുക്ക് നമ്മുടെ നാട്ടിൽ കോട്ടയത്ത് ഒരു ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. അവിടെ സ്കൂളിന് സ്റ്റേഡിയവും ഉള്ള സൗകര്യമൊന്നുമില്ല. ഞങ്ങൾ റോഡിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. അപ്പോൾ റോഡിൽ മത്സരങ്ങൾ നടക്കുന്ന സമയത്ത് നമ്മുടെ പേരൻസ് എല്ലാം ഈ റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ടും വന്ന് നിന്ന് കൈകൊട്ടും. അതാണ് എൻ്റെ ഏറ്റവും വലിയ എക്സ്പീരിയൻസ്. 7ാം ക്ലാസ് വരെ ആയപ്പോഴത്തേക്ക് സ്റ്റേറ്റ് തലം വരെ വന്നു. 8, 9, 10 ക്ലാസ് പഠിച്ചപ്പോൾ മെഡിക്കൽ കോളേജ് സ്കൂൾ കോട്ടയത്ത് പഠിച്ചപ്പോഴത്തേക്ക് ഞാൻ സ്റ്റേറ്റ് റെക്കോർഡും സ്കൂൾ സ്റ്റേറ്റ് ചാമ്പ്യനും നാഷണലിൽ മെഡലും മേടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രീ ഡിഗ്രി, എൻ്റെ ഭാഗ്യം പോലെ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് ഇവിടെ സ്പോർട്സ് കോഴ്സിൽ ആദ്യം പിള്ളേരെ എടുക്കുന്നുണ്ട് കോളേജിലേക്ക്. അങ്ങനെ അൽഫോൺസ കോളേജിൽ സെലക്ഷൻ കിട്ടി. എനിക്ക് കിട്ടിയ ആ ഒരു വർഷം കൊണ്ട് എനിക്ക് ഇന്ത്യയുടെ റെക്കോർഡ് ഉൾപ്പെടെ ഏഷ്യൻ ഗെയിംസ് മെഡലുകൾ ഉൾപ്പെടെ എല്ലാ രീതിയിലും എനിക്ക് നേട്ടങ്ങൾ വരാനായിട്ട് സാധിച്ചു. ഞാൻ ഒരുപാട് പേരോട് കടപ്പെട്ടവളാണ്. എൻ്റെ സ്കൂളിലെ സാറുമാർ, PT ടീച്ചേഴ്സ്, അങ്ങനെ ഇന്നിവിടെ തന്നെ ഇവിടെ 2 PT ടീച്ചേഴ്സ് നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് വളർന്നു വരുവാൻ, സ്കൂളിൽ വളർന്നു വരാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. 1-2 കാര്യം, നിങ്ങൾ വെയിലത്താണ് നിൽക്കുന്നതെന്ന് എനിക്കറിയാം. 1-2 കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് GV രാജ സ്പോർട്സ് സ്കൂളിൽ വന്ന് അവിടെ ഒരു 45 ദിവസത്തെ സ്കൂൾ ക്യാമ്പ് ഉണ്ടായിരുന്നു. അവിടെ വെച്ചാണ് ഞാൻ എങ്ങനെ സ്പോർട്സ് ചെയ്യണം, എന്താണ് സ്പോർട്സ് എന്നൊക്കെ ഞാൻ പഠിച്ചത്. അന്ന് രാവിലെ ഗ്രൗണ്ടിൽ ഇറങ്ങുന്ന സമയത്ത് തൊട്ടടുത്താണ് എയർപോർട്ട്. ആ എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് ഇങ്ങനെ നമ്മുടെ തലയുടെ ഹോൾ പിടിച്ച് ഹോളിലോട്ട് പോകും. ഞങ്ങളെ പ്രാക്ടീസ് ചെയ്യുന്നോണ്ടിരുന്ന ആ സമയത്ത് ഞാൻ ചിന്തിച്ചിരുന്നു, ഈ ഫ്ലൈറ്റിലൊന്ന് കയറിയാൽ ഇതെന്താണിത്, ഒന്ന് കയറാൻ എനിക്ക് സാധിച്ചിരുന്നെങ്കിൽ എന്തായാലും സ്പോർട്സിനൊക്കെ നല്ല രീതിയിൽ പോകുമ്പം അത് സാധിക്കുമെന്ന് മനസ്സിൽ കണ്ട് എൻ്റെ ആദ്യത്തെ ഇന്ത്യൻ ട്രിപ്പ് എന്ന് പറയുന്നത് ഡൽഹിയിൽ നിന്ന് ഞങ്ങളെ 20 പേരെ
വെസ്റ്റ് ജർമ്മനിയിൽ അയച്ച് 8 മണിക്കൂറായിരുന്നു അവിടുന്ന് ഉണ്ടായിരുന്നത്. ദൈവം അനുഗ്രഹിച്ച് ആദ്യത്തെ എൻ്റെ ആഗ്രഹം സാധിച്ചു. രണ്ടാമത് ഏഷ്യൻ ഗെയിംസ് മെഡല് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഇന്ത്യയിൽ ഏഷ്യൻ ഗെയിംസ് നടക്കുമ്പോൾ ഒരു മെഡലൊന്നും വിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നു. പക്ഷെ അക്ഷീണ പരിശ്രമം അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. സാറ് 4 എണ്ണം ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ 8 എണ്ണം ചെയ്യാൻ സന്നദ്ധയാണ്. അതുപോലെ കഠിനാധ്വാനം, ഇതൊക്കെയാണ് എന്നെ ഈ ഒരു ലെവലിൽ പോയി നിങ്ങളുടെ മുമ്പിൽ ഈ വേദിയിൽ നിൽക്കാനായിട്ട് എന്നെ പ്രാപ്തയാക്കിയത്. അതുകൊണ്ട് അതുപോലെ തന്നെയൊക്കെ നമ്മുടെ സ്പോർട്സിന്റെ പരമോന്നത ബഹുമതിയായ അർജുന അവാർഡ് ഒക്കെ നേടാൻ പറ്റി. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു മുഹൂർത്തം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്ത്യക്ക് വേണ്ടി മെഡൽ വിൻ ചെയ്ത് അത് മേടിക്കാൻ ആ പോഡിയത്തിൽ നിന്നപ്പോൾ എന്നെ പ്രതി എൻ്റെ രാജ്യത്തിൻ്റെ ഫ്ലാഗ് ഉയർന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. ഇന്നിവിടെ നിൽക്കുന്ന എൻ്റെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ സാധിക്കട്ടെ എന്ന് ഇതിനിടെ കൂടെ ഞാൻ ആശംസിക്കുകയാണ്. നമുക്ക് സ്പോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വിൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. 1, 2, 3 സ്ഥാനങ്ങൾ വരെ ചിലപ്പോൾ പ്രൈസ് കൊടുത്തുന്നിരിക്കും. ഞാനൊക്കെ 8ാം സ്ഥാനത്ത് വന്ന്, 7ാം സ്ഥാനത്ത് വന്ന്, 6ാം സ്ഥാനത്ത് വന്ന്, പക്ഷെ 1ാം സ്ഥാനത്ത് വന്നിട്ട് ഒരിക്കലും പിന്നെ 2ാം സ്ഥാനത്തിലേക്ക് പോയിട്ടില്ല. കഠിനാധ്വാനം, ഇതിന്റെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അർപ്പണാബോധമുണ്ട്, കഠിനാധ്വാനമുണ്ട്, നേടണം എന്നുള്ള മനസ്സിലുള്ള ആശയുണ്ട്. ഇതൊക്കെയാണ് നമ്മളെയൊക്കെ ഈ സ്ഥാനത്ത് ചെന്ന് നിങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ സ്റ്റേഡിയത്തിൽ ഞാനും ഷൈനി വിൽസനും കൂടെ ഓടി ഫസ്റ്റ് വന്ന സ്റ്റേഡിയമാണ്. ഇവിടെ ഞാൻ യൂണിവേഴ്സിറ്റിക്ക് 4 മെഡലുകൾ 100, 200, 400 റിലേ മെഡലുകൾ വിൻ ചെയ്തതാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ വെളിയിലോട്ട് പോകുമ്പോൾ ഈ സ്റ്റേഡിയത്തിന് ചുറ്റും കുറേ ഫോട്ടോ വെച്ചിട്ടുണ്ട് ഫ്രണ്ടിൽ. അർജുന അവാർഡ്സ്, കേരള യൂണിവേഴ്സിറ്റിയുടെ അർജുന അവാർഡീസിൻ്റെ നിങ്ങളെല്ലാം പോയി വായിച്ചു നോക്കണം. ഏതൊക്കെ വർഷമാണ് കേരളത്തിനെ പ്രതിനിധിച്ച് പോയവർക്ക് അർജുന അവാർഡ് കിട്ടിയതോടെ ഫോട്ടോസ് അത് എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെയും ഉണ്ട് അതിനകത്ത്. അപ്പം അന്ന് ഇന്നത്തെ സാഹചര്യങ്ങളെല്ലാം വളർന്നു വരാനായിട്ടോ അല്ലെങ്കിൽ നമുക്കറിയാം നല്ല സ്പൈക്സ് മേടിക്കാനോ ഒന്നും അന്ന് പൈസകളൊന്നും ഇല്ലാത്ത സമയത്ത് വളരെ വളരെ കഷ്ടപ്പെട്ടാണ് നമ്മളൊക്കെ ഈ നിലയിൽ എത്തിയത്. ഇപ്പം നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ തന്നെയാണേലും ഇന്ന് ഈ സ്റ്റേഡിയത്ത് കൊണ്ടുവച്ച് ഇങ്ങനെ ഒരു മത്സരം നടത്തുന്നത് വലിയൊരു കാര്യമാണ് കേട്ടോ. അതിന് ഞാൻ അച്ഛനോടും പ്രിൻസിപ്പാളിനോടും ടീച്ചേഴ്സിനോടും ഒക്കെ നന്ദി പറയുകയാണ്. ഇത്രയും നിങ്ങൾക്ക് ഇതൊക്കെ കാണാനും ഇതേ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് നാഷണൽ ഗെയിംസ് നടന്നത് 2014. അന്ന് ഞാൻ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റാണ്, ആദ്യത്തെ വനിതാ പ്രസിഡന്റ്. അതുവരെ ഒരു വനിതയ്ക്കും കൊടുത്തിട്ടില്ല. ഞാൻ വന്നപ്പോഴത്തേക്ക് നമ്മുടെ CM ആയിരുന്നു ഉമ്മൻചാണ്ടി സാറിനോട് ചോദിക്കുന്നു, ഒരു ലേഡിയെ ഇവിടെ ഇരുത്തിയാൽ നാഷണൽ ഗെയിംസ് നടക്കൂ? സാറ് പറഞ്ഞ എന്താ, ലേഡി അവരത് നന്നായിട്ട് നടത്തുമെന്ന് എനിക്ക് വിശ്വാസമുണ്ടെന്ന് പറഞ്ഞു. ഇവിടെയായിരുന്നു ഇനോഗ്രേഷനും അത്ലറ്റിക്സും. 66 മെഡലുമായിട്ട് സ്റ്റേറ്റ് തലത്തിൽ നമ്മൾ ചാമ്പ്യന്മാരായി. അന്നോടിയ പിള്ളേർക്കൊക്കെ മെഡൽ വന്നവർക്ക് ജോലി, അതുപോലെ തന്നെ അവർക്കുള്ള പാരിതോഷികങ്ങളും ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ കൊടുക്കാൻ സാധിച്ചു. ഇതൊക്കെ ഇതിൻ്റെയൊക്കെ പിന്നിൽ, നമ്മുടെ എല്ലാത്തിൻ്റെയും വീതത്തിൻ്റെ പിന്നിൽ ദൈവം തമ്പുരാൻ്റെ ഒരു അനുഗ്രഹവും കൂടെ വേണം, പ്രാർത്ഥന. ഇതൊക്കെ ഉള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വന്നത്. അച്ഛനിവിടെ പാളയത്ത് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് അച്ഛനായിട്ടിരിക്കുമ്പം ഞാനിവിടെ ഇവിടെ തന്നെ തൊട്ടടുത്താണ് ഞാൻ താമസിക്കുന്നത്. അതുപോലെ തന്നെ പ്രിൻസിപ്പാളും ഒക്കെ ഞങ്ങളുടെ പള്ളിയിലുള്ളവരാണ്. എനിക്ക് പള്ളിയായിട്ട് ഒരുപാട് ബന്ധങ്ങളുണ്ട്. ഞാൻ ഒരുപാട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ ഇന്നിവിടെ നിങ്ങളോട് ഞാൻ ഒരു കാര്യം ചോദിക്കും. നിങ്ങൾക്കറിയുമോ, ആദ്യമായിട്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് ഒളിമ്പിക് മെഡൽ കൊണ്ടുവന്ന ആരാന്ന് നിങ്ങൾക്ക് പറയോ? ഏത് ഈവൻ്റ് എന്ന് പറയാമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറയാൻ അറിയാവുന്നവരുണ്ടെ ഒച്ച പറഞ്ഞോ. നിങ്ങൾ എന്നും വീട്ടിൽ പോയി ഈ മൊബൈലൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് നന്നായിട്ട് പത്രം വായിക്കണം. നമ്മുടെ ആദ്യമായിട്ട് ഒളിമ്പിക് മെഡൽ കേരളത്തിൽ കൊണ്ടുവന്നത് മാനുവൽ ഫ്രെഡറിക് എന്ന് പറയുന്ന മലയാളി. അദ്ദേഹം കണ്ണൂരുകാരനാണ്, ഹോക്കി കൂടിയായിരുന്നു. അതിനുശേഷം 2 മെഡൽ കൊണ്ടുവന്നു ശ്രീജേഷ് ഹോക്കി കൂടെ. അങ്ങനെ ഇപ്പം കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്ന സമയമാണ്. നിങ്ങൾക്കറിയാം, ഫുട്ബോൾ നടന്നു കഴിഞ്ഞു. അവിടുത്തെ കളികളൊക്കെ നിങ്ങൾ കണ്ടു. നമ്മളിങ്ങനെ വെറുതെ സമയം പോയി കളി കണ്ടോണ്ടിരുന്നാൽ പോരാ. നാളെ ആ ഒരു ടീമിൽ ഇന്ത്യക്ക് വേണ്ടി കളിച്ച് അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി ഒരു നേട്ടം ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കണം. 2030 ഇന്ത്യയിൽ കോമൺവെൽത്ത് ഗെയിംസ് വരികയാണ്. നമുക്ക് നിറയെ മെഡലുകൾ വേണം. അപ്പം 2030 കോമൺവെൽത്ത് ഗെയിംസും 2036 ഒളിമ്പിക്സ് വരുമെന്നാണ് ഇന്നത്തെ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ആ ഒളിമ്പിക്സ് ഇന്ത്യയിൽ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. ഒളിമ്പിക്സ് ആ ഒളിമ്പിക്സ് വരുമ്പോഴത്തേക്ക് അതിലൊരു ഈവന്റ് കേരളത്തിൽ വെച്ച് നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു പക്ഷേ ഫുട്ബോളോ ക്രിക്കറ്റോ ഒക്കെ ആയിരിക്കും. അതിനുള്ള സൗകര്യം നമുക്കുള്ളൂ. ആ ഈവന്റുകൾ
നടത്താനേ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ നടത്തുമ്പം ഇന്ന് 12 വയസ്സുള്ള പിള്ളേരായിരിക്കും ഈ മത്സരങ്ങൾ വരുമ്പം ഒരു 18-19 വയസ്സൊക്കെ ആകുന്നത്. നിങ്ങൾ ഇപ്പോഴത്തെ ആ ഒരു ഇത് സ്പോർട്സിന്റെ ഒരു ഡെവലപ്മെന്റ് കണ്ട് നിങ്ങൾ അക്ഷീണമായിട്ട് പരിശ്രമിച്ച അതുപോലെ അതിനകത്ത് നമ്മുടെ ടീമിൽ ഒരാളായി ഇന്ത്യക്ക് വേണ്ടി ഒരു മെഡൽ നേടി നമ്മുടെ സ്കൂളിന് പഠിച്ച സ്കൂളിനും ഒക്കെ ഉള്ള ഒരു പേരും പെരുമയും ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. അതിനാണ് നിങ്ങളെ ഇന്ന് ഇവിടെ എന്താണ് സ്പോർട്സ്, എന്താണ് സ്റ്റേഡിയം കാണിക്കാൻ നിങ്ങളെ ഇവിടെ ഈ ഇത്ര വലിയൊരു സ്റ്റേഡിയത്തിൽ വന്ന് നിങ്ങൾക്ക് ഇന്ന് ഓടാൻ സാധിക്കുന്നത്. ഇന്ന് മെഡൽ വിൻ ചെയ്യാത്ത ഇതിനകത്ത് ഇങ്ങനെ ആരും വിഷമിക്കരുത്. ഈ സ്പോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയവും പരാജയവും ഒരു നാണയത്തിന്റെ 2 സൈഡ് പോലെയാണ്. ഇന്ന് നമ്മൾ ജയിച്ചില്ലെങ്കിൽ നാളെ നമ്മൾ ജയിക്കും. ജയിച്ചില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്പോർട്സിൽ മാത്രമല്ല, കലയിലായാലും കായികത്തിലായാലും പഠിത്തത്തിലായാലും നമുക്ക് ഒരു എയിം വേണം ജീവിതത്തിൽ. ആ എയിം ഉണ്ടെങ്കിൽ ഇന്ന് നമുക്ക് അവിടെ എത്താനായിട്ട് സകല ചാൻസുകളും ഉണ്ട്. ഇന്ന് പഴയ കാലം പോലെ ഒന്നുമല്ല. നല്ലപോലെ പാടാൻ അറിയാവുന്നവരാണെങ്കിൽ മഴവിൽ മനോരമയിലൊക്കെ പാട്ടുകൾ ഇട്ടിട്ടില്ലേ, എല്ലാത്തിനും അവസരങ്ങളുണ്ട്. അത് നന്നായിട്ട് വിനിയോഗിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. അതുപോലെ തന്നെ പേരൻസും കുറേയൊക്കെ കൂടെ നോക്കണം. ഈ പഠിത്തം മാത്രം നോക്കിയാൽ പോരാ, അവരുടെ ഹെൽത്തോടെ നോക്കണം. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ചെറുപ്പത്തിലെ ഷുഗറും പ്രഷറും ഒക്കെ വരുന്നുണ്ട്. എന്റെയൊക്കെ ചെറുപ്പകാലത്ത് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ 4, 2, 6, 6:30 വരെ കളിയും അടുത്തുള്ള പിള്ളേരുമായിട്ടൊക്കെ ഉള്ള കളികളും കാര്യങ്ങളുമാണ്. ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് അതിനുള്ള ഒരു സാഹചര്യം ഇല്ല. എന്നാൽ തിരുവനന്തപുരത്തിനെ സംബന്ധിച്ച് വരുമ്പം ഏത് നമുക്ക് താല്പര്യമുള്ള കളികളിലും ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ ഈ സ്റ്റേഡിയങ്ങളിലെല്ലാം ഉണ്ട്. ഞാൻ പ്രസിഡന്റായിട്ടിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റേഡിയമാണല്ലോ സെൻട്രൽ സ്റ്റേഡിയം. എല്ലാ ഈവന്റുകൾക്കും കോച്ചുണ്ട്, ഇവിടെയുണ്ട്. എല്ലാ ഈവന്റുകൾക്കും കോച്ചുണ്ട്. ഇന്നും രാവിലെ ഞാൻ ഈ സ്റ്റേഡിയത്തിൽ വരും. ഞായറാഴ്ച ഒഴിച്ചുള്ള എല്ലാ ദിവസങ്ങളിലും ഇവിടെ വന്ന് 10 റൗണ്ട് ഓടി നടന്നിട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ ബന്ധമുള്ള ഒരു സ്റ്റേഡിയമാണ് എനിക്ക്. അപ്പം ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾ നന്നായിട്ട് മത്സരിച്ച് മുന്നേറണം. നിങ്ങളുടെ പുറകിലെ പ്രിൻസിപ്പാളും നമ്മുടെ അച്ഛനും എല്ലാവരും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ദിവസം, ഈ ഒരു സ്പോർട്സ് വാർഷിക ദിനം നന്നായി ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദി ഹോളി ട്രിനിറ്റി EMHSS സ്പോർട്സ് വാർഷിക മത്സരം ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. താങ്ക് യു. Respected Reverend Father Sam Thomas, respected Principal, and our esteemed Chief Guest, Srimati Padmini Thomas Ma'am, former Sports Council member of Kerala and a former Olympian. I express a warm gratitude for them
for her to inspire our students with her words and her experiences from the life. And I wish all of the students to become great achievers in this field. And I let my thanks for all students who want to participate this day. And finally, a warm congratulations for those who are participating today's event.